ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ 5ാം തലമുറ സ്റ്റെൽത്ത് ഫൈറ്റർ വിമാനം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഇന്ത്യയുടെ അഭിലാഷമായ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് പ്രോഗ്രാം ഇപ്പോൾ ഒരു നിർണായക നാഴികക്കല്ലിലേക്ക് അടുക്കുകയാണ്. ഒരു എഞ്ചിൻ പങ്കാളിയെ തിരഞ്ഞെടുക്കുന്ന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. AMCIക്കായി ഒരു അത്യാധുനിക എഞ്ചിൻ വികസിപ്പിക്കുന്നതിനായി പ്രതിരോധ ഗവേഷണ വികസന സംഘടനയുടെ ഗ്യാസ് ടർബൈൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെന്റ് വഴി 3 ആഗോള എയറോസ്പേസ് ഭീമന്മാരുമായി, അതായത് അമേരിക്കയിൽ നിന്നുള്ള ജനറൽ ഇലക്ട്രിക്, യുണൈറ്റഡ് കിങ്ഡത്തിൽ നിന്നുള്ള റോൾസ് റോയ്സ്, ഫ്രാൻസിൽ നിന്നുള്ള സഫ്രാൻ എന്നിവരുമായി ഇന്ത്യൻ സർക്കാർ ചർച്ചയിൽ ഏർപ്പെട്ടിരിക്കുകയാണിപ്പോൾ. 2025 അവസാനത്തോടെ ഒരു നല്ല തീരുമാനം എടുക്കാൻ സാധിക്കും എന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. 2033ഓടെ എഞ്ചിൻ പരീക്ഷണങ്ങളും 2035ഓടെ ഉൽപാദനവും ലക്ഷ്യമിട്ട് ഒരു പങ്കാളിയെ അന്തിമമാക്കാനുള്ള ലക്ഷ്യത്തോടെയാണ് ഇപ്പോൾ ഇന്ത്യ മുന്നോട്ട് പോകുന്നത്. നമ്മുടെ തേജസ് മാർക്ക് 1ന് F404 എഞ്ചിനും മാർക്ക് 2വിനും AMCA മാർക്ക് 1നും F414 എഞ്ചിനുകളും വിതരണം ചെയ്യുന്നത് അമേരിക്കൻ സ്ഥാപനമാണ്. ഈ F414ന്റെ ബേസ് ഉപയോഗിച്ച് 110-130 KN എഞ്ചിൻ സഹ വികസിപ്പിക്കാനാണ് ഇപ്പോൾ GE വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇവിടെ ഇപ്പോൾ ഒരു പ്രശ്നം വരുന്നത് ഇതിന്റെ പൂർണ്ണ സാങ്കേതിക കൈമാറ്റം അഥവാ TOT ആണ്. അടുത്തതായി റോൾസ് റോയ്സിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ AMCA പ്രോഗ്രാമിന് വേണ്ടി പൂർണ്ണമായും TOTയോട് കൂടിയാണ് ഇവർ എഞ്ചിൻ വാഗ്ദാനം ചെയ്യുന്നത്. അതുപോലെ തന്നെ റഫേൽ നിർമ്മാതാക്കളായ ഫ്രാൻസിലെ സഫ്രാൻ പുതിയ 110-130 KN എഞ്ചിന് IPR ഉൾപ്പെടെ 100% TOT എന്ന ഓഫറുമായാണ് മുൻനിരയിൽ ഇപ്പോൾ ഉള്ളത്. കയറ്റുമതി നിയന്ത്രണങ്ങളൊന്നുമില്ലാതെ തന്നെ ഇന്ത്യയിൽ പൂർണ്ണമായ ഉൽപാദനം നടത്തുമെന്നും ലോഹശാസ്ത്രത്തിലും രൂപകൽപ്പനയിലും പ്രാദേശിക സ്ഥാപനങ്ങൾക്ക് പരിശീലനം നൽകുമെന്നുമാണ് സഫ്രാൻ പറഞ്ഞിരിക്കുന്നത്. ഉയർന്ന ചെലവുകളും ദൈർഘ്യമേറിയ സമയപരിധികളും വിപരീത ഫലങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് എങ്കിലും ആത്മനിർഭർ ഭാരതവുമായി സുഗമമായി യോജിക്കുന്ന ഒരു പങ്കാളിയായിരിക്കും ഇന്ത്യ തിരഞ്ഞെടുക്കുക. 2025ന്റെ അവസാനത്തോടെ ഒരു അന്തിമ തീരുമാനം എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു അഭിലാഷ പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ DRDO. ഹെലികോപ്റ്ററുകൾക്കായി ഒരു പ്രത്യേക ഡ്യൂപോഡ് വികസിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ. ഡയറക്റ്റഡ് എനർജി വെപ്പൺസിനെ തങ്ങളുടെ ആകാശ ആയുധ ശേഖരത്തിലേക്ക് സംയോജിപ്പിക്കുന്നതിനുള്ള ഒരു അഭിലാഷ പദ്ധതി. അതായത് സുഗമമായ രീതിയിൽ പ്രവർത്തിക്കുന്നതിന് ആവശ്യമായ എല്ലാ ഉപസിസ്റ്റങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു മൾട്ടി ഫങ്ഷണൽ ഇന്റഗ്രേറ്റഡ് ക്യാപ്സൂൾ ആയിട്ടാണ് ഈ ഡ്യൂപോഡ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ 3 മുതൽ 5 കിലോവാട്ട് ഒപ്റ്റിക്കൽ പവർ നൽകാൻ കഴിവുള്ള ഒരു ഉയർന്ന പവർ ലേസർ സ്രോതസ് ഈ DEW സിസ്റ്റത്തിലുണ്ട്. ഈ ഊർജ നിലയ്ക്ക് ചെറിയ ആളില്ല ആകാശ സംവിധാനങ്ങൾ, ആശയവിനിമയ ലിങ്കുകൾ, മറ്റു വായു ഭീഷണികൾ എന്നിവയെ പ്രവർത്തനരഹിതമാക്കാനോ നിർവീര്യമാക്കാനോ കഴിയും. അതുപോലെ തന്നെ ഈ ഡ്യൂപോഡിൽ വൈദ്യുതി ഉൽപാദന താപ മാനേജ്മെന്റ് സംവിധാനങ്ങളുമുണ്ട്. ഈ സവിശേഷത സിസ്റ്റത്തിന്റെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുകയും പ്ലാറ്റ്ഫോം സംയോജിപ്പിക്കുന്നതിന് ലളിതമാക്കുകയും ചെയ്യും. ലേസർ സോഴ്സ്, ബീം ഡയറക്ടർ, ടാർഗറ്റിംഗ് സിസ്റ്റങ്ങൾ എന്നിവയ്ക്കുള്ള ഇന്റർഫേസ്, നൂതന ഇലക്ട്രോണിക് സംവിധാനങ്ങളും ഇതിലുണ്ട്. ഈ മൊഡ്യൂളുകൾ വഴി തത്സമയ ഫീഡ്ബാക്കും പ്രവർത്തന സാഹചര്യങ്ങളിൽ പൊരുത്തപ്പെടുത്തലും ഉറപ്പാക്കും. അതുപോലെ ഈ പോഡ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ട്രാഗ് കുറയ്ക്കുന്നതിനും ഹെലികോപ്റ്ററിന്റെ പ്രകടനം നിലനിർത്തുന്നതിനും കർശനമായ എയറോഡൈനാമിക് ആവശ്യകതകൾ പാലിക്കുന്നതിനുമാണ്. അതുപോലെ തന്നെ പരമ്പരാഗത ആയുധ സംവിധാനങ്ങളെ പൂരകമാക്കുന്ന ഈ ഡ്യൂപോഡ് മൾട്ടി വെപ്പൺ പ്ലാറ്റ്ഫോമായും പ്രവർത്തിക്കും. അതായത് ഈ കോൺഫിഗറേഷൻ വൈവിധ്യം വിവിധ മിഷൻ പ്രൊഫൈലുകളുമായി വേഗത്തിൽ പൊരുത്തപ്പെടാൻ സാധിക്കും. തദ്ദേശീയവൽക്കരണത്തിലേക്കും നൂതന പ്രതിരോധ സാങ്കേതിക വിദ്യകളിലേക്കുമുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ മുന്നേറ്റവുമായി ഈ ഡ്യൂപോഡ് യോജിക്കുന്നു. HAL, രുദ്ര, ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്റർ പോലുള്ള ആക്രമണ ഹെലികോപ്റ്ററുകളിലും ധ്രുവ് പോലുള്ള യൂട്ടിലിറ്റി ഹെലികോപ്റ്ററുകളിലും വിന്യസിക്കാവുന്ന സാധ്യതയുള്ള ആപ്ലിക്കേഷനുകളിൽ ഇത് പെടും. എന്തായാലും ഹെലികോപ്റ്ററുകളിലേക്ക് ഡയറക്റ്റഡ് എനർജി വെപ്പൺസ് ആയുധ ശേഖരത്തെ യോജിപ്പിക്കുന്നതിനുള്ള ഇന്ത്യയുടെ ഈ അഭിലാഷ പദ്ധതി ഏറെ പ്രതീക്ഷ നൽകുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ലൈക്ക് തരിക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.